പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ യാത്ര ഇന്ന് വേറിട്ട ഒരു വഴിയിലൂടെയാണ്. നാം ഇപ്പോൾ കാണുന്നത് അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയാണ്. വാഹനങ്ങൾ ചേറിപ്പാഞ്ഞു പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് അമ്പലപ്പുഴയ്ക്ക് കിഴക്കുമാറി കരുമാടി എന്ന പ്രദേശത്തുള്ള കരുമാടിക്കുട്ടന്റെ സ്മാരകത്തിലേക്കാണ് എൻ്റെ യാത്ര. ഇവിടെ കരുമാടി ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഇരുവശങ്ങളിലുമായി ഓരോ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് നമുക്ക് കാണാം. കരുമാടിക്കുട്ടന്റെ സ്മാരകത്തിലേക്ക് നാം നടന്നു പോകുമ്പോൾ അതിൻ്റെ ഇടതുവശത്തും വലതുവശത്തുമായി ഓരോ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ റോഡിൻ്റെ സൈഡിൽ ആളുകൾക്ക് വിശ്രമിക്കാനുള്ള ഒരിടം പഴയകാല മാതൃകയിൽ ഇവിടെ നിർമ്മിച്ച് അവിടെ കുറേ ആളുകൾ വിശ്രമിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാം. അമ്പലത്തിൻ്റെ മുമ്പിലെ അമ്പലക്കുളം മറ്റും മനോഹരമായ രീതിയിൽ ആമ്പൽ ചെടികളാൽ മനോഹരമായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാം. വളരെ മനോഹരമായ ഒരു ആൽമരം ഊഞ്ഞാലൊക്കെ കെട്ടി ആൽമരം ഇവിടെ അമ്പലത്തിന്റെ മുൻവശത്തായിട്ടുണ്ട്. തൊട്ട് വലതുവശത്ത് കാണുന്നത് മറ്റൊരു ക്ഷേത്രമാണ്. നമ്മളിപ്പോൾ പോകുന്നത് അമ്പലപ്പുഴയ്ക്ക് കിഴക്കുള്ള കരുമാടിയിലെ കരുമാടിക്കുട്ടന്റെ സ്മാരകത്തിലേക്കാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ മാറിയാണ് കരുമാടിക്കുട്ടന്റെ ഈ സ്മാരകമുള്ളത്. നമ്മൾ വരുമ്പോൾ തന്നെ വലതുവശത്തായിട്ട് കേരള സർക്കാർ പുരാവസ്തു വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള കരുമാടിക്കുട്ടൻ ബുദ്ധപ്രതിമ എന്ന് പറയുന്ന ഒരു ബോർഡാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. തൊട്ടിടതുവശത്തായിട്ട് ഒരു വിശാലമായിട്ടുള്ള ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് നല്ല രീതിയിലാണെന്ന് പറയാൻ പറ്റത്തില്ല, അത് ഭാഗികമായി തകർന്ന നിലയിലാണ്. ഏതാണെങ്കിലും ഈ ഗേറ്റ് കടന്ന് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ കല്ലുകൾ പാകിയ വഴിത്താരകളോട് കൂടിയ ഒരു വിശാലമായിട്ടുള്ള ഒരു മുറ്റം പോലെയുള്ള ഒരു സ്ഥലമാണ്. ആ കൽവഴിത്താരയിലൂടെ നാം നടന്ന് മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ നടുക്കായിട്ട് നമുക്ക് മനോഹരമായ രീതിയിലുള്ള ഒരു നിർമ്മിതി കാണാം. ബുദ്ധസ്മാരകം ആണ് ഈ കാണുന്നത്. ഇത് വെള്ള പെയിന്റ് ഒക്കെ അടിച്ച് മനോഹരമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വെള്ള പെയിന്റ് അടിച്ചിരുന്നതാണ്. ഇപ്പോഴതിന് അത്രമാത്രം ഭംഗിയുണ്ടെന്ന് പറയാൻ പറ്റില്ല. അത് വേണ്ട രീതിയിൽ അതിൻ്റെ ആ ഒരു ചരിത്രം ഉൾക്കൊണ്ടുകൊണ്ട് സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന് ഇത് കാണുമ്പോൾ നമുക്ക് സംശയം തോന്നും. ഏതാണെങ്കിലും നമ്മൾ കടന്നു വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് ഇതിനുള്ളിലാണ് പ്രസിദ്ധനായ ശ്രീബുദ്ധന്റെ കരുമാടിക്കുട്ടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വിഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. ഈ വിഗ്രഹം കറുത്ത നിറത്തിലുള്ള കല്ലിൽ നിർമ്മിച്ച ഒരു വിഗ്രഹമാണ്. ഒരു കാലഘട്ടത്തിൽ അമ്പലപ്പുഴയിലും കരുമാടിയിലും തകഴിയിലുമൊക്കെ ഉണ്ടായിരുന്ന ബുദ്ധമത വിശ്വാസികളുടെ സാന്നിധ്യത്തിന്റെ ഒരു പ്രതീകം കൂടിയായിട്ടാണ് ചരിത്രം ഇതിനെ വിശേഷിപ്പിക്കുന്നത്. എവിടെയൊക്കെ ബുദ്ധമത വിശ്വാസികളുണ്ടോ അവിടെയൊക്കെ ശ്രീബുദ്ധന്റെ പ്രതിമ നിർമ്മിച്ച് അതിനെ ആരാധിക്കുകയും വണങ്ങുകയും ചെയ്യുക എന്ന് പറയുന്ന അവരുടെ ഒരു കീഴ്വഴക്കമായിരുന്നു. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം എന്നുള്ള നിലയിലാണ് ഇവിടെയും ആ പ്രതിമ അവശേഷിപ്പായി നിൽക്കുന്നത്. നമ്മൾ ഇതിന് തൊട്ട് മുൻപിൽ കാണുന്നത് കരുമാടി തോട് എന്നറിയപ്പെടുന്ന തോടാണ്. ഈ നദിയിൽ നിന്നാണ് ബ്രിട്ടീഷുകാരനായിട്ടുള്ള റോബർട്ട് ബ്രിസ്റ്റോ എന്ന് പറയുന്ന എഞ്ചിനീയർ ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പ് കരുമാടിക്കുട്ടന്റെ ഈ പ്രതിമ പുറത്തെടുക്കുന്നത്. നമ്മൾ ഈ പ്രതിമയിലേക്ക് നോക്കുമ്പോൾ ഈ പ്രതിമ പകുതി മാത്രമേ ഉള്ളൂ. ഈ പ്രതിമയുടെ പകുതി ഭാഗം തകർന്ന നിലയിലാണ്. ഒരു കൈയോടുകൂടി അതിൻ്റെ മുഖവും ശരീരത്തിൻ്റെ വലിയൊരു ഭാഗവുമുണ്ട്. എന്നാൽ ഒരു ഭാഗം അതിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ആ കരുമാടി തോട്ടിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഏതോ രീതിയിൽ തകർന്നുപോയി എന്നുള്ളതാണ് ചരിത്രപരമായിട്ട് പല രീതിയിലും നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്. ഏതാണെങ്കിലും ഈ പ്രതിമ അല്ലെങ്കിൽ ഈ വിഗ്രഹം കാണുന്നതിനായി കേരളത്തിനുള്ളിൽ നിന്നും കേരളത്തിന് പുറത്തു നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നും വർഷത്തിൽ എല്ലാ ദിവസവും തന്നെ ഇവിടെ വിനോദസഞ്ചാരികൾ എത്താറുണ്ട്. കരുമാടി എന്ന് പറയുന്ന പ്രദേശം കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ചരിത്രത്തിൻ്റെ ഭൂമികയിൽ ഏറ്റവും കൂടുതൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഈ കരുമാടിക്കുട്ടന്റെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇതിൻ്റെ വിശദമായിട്ടുള്ള ചരിത്രങ്ങളും ചരിത്രത്തിൻ്റെ മറ്റു കാര്യങ്ങളെയും കുറിച്ചുള്ള വിശദമായ ചരിത്രമടങ്ങുന്ന ഒരു വീഡിയോ നമുക്ക് തുടർന്നുള്ള സമയങ്ങളിൽ നമുക്ക് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.